ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ വരാനിരിക്കുന്ന കെരഫെഡ് ആയാലും CSEB എക്സാം ആയാലും ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന JCA എക്സാം ആയാലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും കോർപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം എന്നുള്ള ഭാഗത്തുനിന്നും ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോപ്പറേറ്റീവ് ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഒരു മാർക്കല്ല അത് പോയിക്കോട്ടെ അങ്ങനെ കരുതരുത്. ഒരു മാർക്ക് ആയിരിക്കാൻ നിങ്ങൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും പിറകോട്ട് പോകുന്നതും ഈ ഒരു മാർക്കിൻ്റെ കാരണം കൊണ്ടാവാം. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ബേസ് ഓരോന്നിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതിനനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമുക്ക് അറിയാം ഈ കോപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, അതേപോലെ നമ്മുടെ കമ്മ്യൂണിസം ഒക്കെ എന്താണ് അതർ ഇക്കണോമിക് സിസ്റ്റത്തിൽ പെടുന്നതാണ്. ഈ കോപ്പറേഷനും ക്യാപിറ്റലിസം തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് സാമ്യം? അതേപോലെ സോഷ്യലിസവും അതേപോലെ കമ്മ്യൂണിസവുമായിട്ട് കോപ്പറേഷൻ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് കോമൺ ആയിട്ട് ഒരു ഐഡിയ കിട്ടുകയും നിങ്ങൾ ഈ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ ഏതും എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആവുകയും ചെയ്യും. അപ്പം നമുക്ക് സമയം വൈകാതെ നോക്കാം എന്താണ് ക്യാപിറ്റലിസം. നമുക്കറിയാം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് ഒരു സിംഗിൾ ഓണറിൻ്റെ കയ്യിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണെങ്കിൽ, ഒരു സിംഗിൾ ഓണർ ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണെങ്കിൽ അവിടെ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ല എങ്കിൽ അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് ലൈക്ക് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് മൊത്തമായിട്ടുള്ള പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻസും മറ്റുള്ള സർവീസുകളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയും. ക്യാപിറ്റലിസ്റ്റ് എന്താണ് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് വളരെയധികം ലെസ്സാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണ് മെയിനായിട്ടും ക്യാപിറ്റലിസ്റ്റിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും ഫിറ്റസ്റ്റ് കിടക്കുന്നവൻ അല്ലെങ്കിൽ ഏറ്റവും കോമ്പറ്റീഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവർ മാത്രമേ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഒരു സർവൈവൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്താണ് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആവുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണെന്ന്. പ്രൈവറ്റ് ഓണർഷിപ്പ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫാക്ടറീസ്. അപ്പം നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ വെസ്റ്റഡ് ആകുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് ഗെയിൻ ആണ്, അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടിവേഷൻ ആണ് മെയിനായിട്ടും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എൻ്റർപ്രൈസ്. സോ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ ഓണർഷിപ്പിൽ ആയതുകൊണ്ട് തന്നെ എനി ടൈം എനി കോൺട്രാക്റ്റിൽ വേണമെങ്കിലും എനി ടൈം ഏത് എൻ്റർപ്രൈസ് വേണമെങ്കിലും അവർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് പവർ. അപ്പോൾ വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിൽ അല്ലെങ്കിൽ ദ പേഴ്സൺ ഹാവ് ആൻഡ് ഹാവിൻറ്റ് അല്ലെങ്കിൽ ബാറ്റിൽ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവിൻറ്റ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ. ദ വൈഡ് ഗൾഫ് ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ എപ്പോഴും എന്താണ് കോമൺ ആണ് ഏതിലെന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ദ ബാറ്റിൽ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവിൻറ്റ്, ദാറ്റ് മീൻസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്താണ് ക്ലാസ് വാർ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ എന്താ പറയുന്നത്? നോ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ദ ഇക്കണോമിക് മാറ്റേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്താണ് ഇവിടെ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ എന്താണ് മിനിമം ഇൻ്റർഫിയറൻസേ ഉള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്താണ് ഒരു റോളും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ഇക്കണോമിക് മാറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. അതേപോലെ നമ്മൾ പറഞ്ഞു ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ, അതായത് വർക്കേഴ്സും ലേബേഴ്സും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും തമ്മിൽ മാൻ ബൈ മാൻ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ മാൻ ബൈ മാൻ തന്നെ എന്താണ് ഒരു
എന്താണ് ഒരു വാർ ഉണ്ടാകുന്ന ഒരവസ്ഥയാണുള്ളത്, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ, മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. മനുഷ്യനെ തന്നെ ചൂഷണം, നമ്മളെ പറഞ്ഞ ഇല്ലവനും ഇല്ലാത്തവനും, ലേബറും ക്യാപിറ്റലിസ്റ്റും തമ്മിൽ. അപ്പോൾ മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസത്തിലുള്ളത്. അതേപോലെ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആസ് ദ റെഗുലേറ്റർ ഓഫ് പ്രൈസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റി. ഇപ്പോൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്, അതാണ് പ്രൈസിനെ സ്വാധീനിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ, അതായത് ഉള്ളവനും പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഡിസ്പാരിറ്റിയാണ് ഇവിടെ എന്ന് പറയുന്നത്. എന്താണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക? ക്യാപിറ്റലിസത്തിൽ കാണാൻ സാധിക്കുക. അതേപോലെ എന്താണ് പറയുന്നത്? ദ റിവാർഡ് ഗെയിൻ ഓൺ മെറിറ്റ്സ്, ദെൻ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് ആൻഡ് പേഴ്സണൽ ഫ്രീഡം ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ ഓഫ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് as production is carried on according to the wishes of consumers and consumers are happy. Capitalism survived may crisis inflexible in the sense that it is easy to adapt changing economic condition. It is also amenable to certain amount of regulation by the state. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് ഓണേഴ്സിന് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താണോ തോന്നുന്നത് അത് മാത്രമേ ഞാൻ പുറത്തിറക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗുഡ്സായിട്ട് ഞാൻ പുറത്തിറക്കുകയുള്ളൂ. സോ കൺസ്യൂമേഴ്സിന് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ തോന്നുന്നത്, ക്യാപിറ്റലിസ്റ്റിന് എന്താണോ തോന്നുന്നത്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, പുറത്തിറക്കുക. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിസത്തിൽ നടക്കുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്? പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. ഏത് തരം ബിസിനസ് ക്യാരിഡ് ഔട്ട് ചെയ്യാനും എങ്ങനെയുള്ള ബിസിനസ്സുകൾ എടുക്കാനും വേണ്ടിയിട്ട് എന്തുണ്ട്? പേഴ്സൺ അവിടെ ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? മീൻസ് എല്ലാവരും ഒരു ടഫ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഏറ്റവും നല്ല ബെറ്റർ ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഉണ്ടാക്കുമെന്നതാണ് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ക്യാപിറ്റലിസം, പെർമിറ്റിംഗ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്ലോയിറ്റ് എവറി സിറ്റുവേഷൻ. അപ്പോൾ ഏത് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാകും? ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകും. നമ്മൾ പറഞ്ഞു മാൻ തന്നെ, എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് മാൻ ബൈ മാൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏത് സിറ്റുവേഷനിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? മാക്സിമം അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇനി ക്യാപിറ്റലിസം ഫോസ്റ്റർ ടു മച്ച് ഇൻഡിവിജ്വലിസ്റ്റിക് ഔട്ട്ലുക്ക് ആൻഡ് ഓപ്പറേറ്റ് വിത്തൗട്ട് എനി ഡെഫിനറ്റ് പ്ലാൻസ് ആസ് ടു പ്രൊഡക്ഷൻ റിസൾട്ടിങ് ഇൻ എ മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഡെഫിനറ്റ് പ്ലാനുമില്ല, ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഒരു ഡെഫിനറ്റ് പ്ലാനുമില്ല. അപ്പോൾ എനിക്ക് ഇന്ന് പൈസ കൂട്ടണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പൈസ കൂട്ടും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ചെയ്താൽ ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് ഇറക്കും. അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു പ്ലാനുകളൊന്നും എന്തില്ല? ക്യാപിറ്റലിസ്റ്റിലില്ല. പിന്നെ ഇൻഡിവിജ്വൽസ് ഓർ ക്യാപിറ്റലിസ്റ്റ് ഒബ്റ്റെയിൻ ഓൾ പ്രൈവറ്റ് ഗെയിൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രേറ്റ് ഡിറ്റർമൈൻഡ്. അതായത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിൻ്റെയും അവരുടെ പ്രൈവറ്റ് താല്പര്യത്തിനാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗെയിൻ ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് പ്രവർത്തിക്കുന്നത് തന്നെ അവരുടെ തന്നെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണുള്ളത്. നെക്സ്റ്റ്, ദ സെൻട്രലൈസേഷൻ ഓഫ് പവർ ഇൻ എ ഫ്യൂ ഹാൻഡ്സ് ഇൻ റിഗാർഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ലീഡ് ടു അക്യുമുലേഷൻ ഓഫ് പവർ വിത്ത് ഫ്യൂ എലൈഡ് പീപ്പിൾ. അപ്പോൾ ഇവിടെ സെൻട്രലൈസേഷനാണ്, ഉള്ളവൻ്റെ കയ്യിൽ അധികാരം എന്നാണ്. അപ്പോൾ പ്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരുടെ കയ്യിലാണോ ഈ പവർ അല്ലെങ്കിൽ വെൽത്ത് ഉള്ളത്, ആരുടെ കയ്യിലാണോ ഈ പവർ ഉള്ളത്, അത് ആരുടെ കയ്യിലാണുള്ളത് അവൻ തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പവറിൻ്റെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഫ്യൂ ഹാൻഡ്സിൽ മാത്രമാണ്, ഉള്ളവൻ്റെ കയ്യിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പവർ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയും. ഇൻ ക്യാപിറ്റലിസം ദർ ഈസ് അൺഫെയർ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകവും വെൽത്തും നമ്മൾ എന്തുണ്ട് ഒരു ഇത് അവിടെ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോർപ്പറേഷൻ. ക്യാപിറ്റലിസവും കോർപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇൻ ക്യാപിറ്റലിസം, capital has the pivotal role play in the business, whereas in corporation it has second role. നമുക്കറിയാം
ക്യാപിറ്റലിസത്തിൽ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് മെയിനായിട്ടുള്ള റോൾ. നമ്മൾ പറഞ്ഞു ആരുടെ കയ്യിലാണോ ക്യാപിറ്റൽ കൂടുതലുള്ളത് അവനാണ് മുതലാളി, അതില്ലാത്തവൻ എന്താണ് ലേബർ അല്ലെങ്കിൽ തൊഴിലാളി അല്ലെങ്കിൽ അവൻ്റെ അടിമയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കോർപ്പറേഷനിൽ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ഇക്കണോമിക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ്. അതേപോലെ ക്യാപിറ്റൽ എന്നില്ല വലിയ റോളൊന്നുമില്ല എന്ന് നമുക്കറിയാം. The capitalist economy, second one ആണ്, the capitalist economy is dominated by profit motive whereas service is the mode of cooperatives. നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. പക്ഷേ ഇവിടെ എന്താണ്? സർവീസ് മോട്ടീവാണ് മെയിനായിട്ടും കോർപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇൻ ക്യാപിറ്റലിസം ദർ ഇസ് എ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻ കോപ്പറേറ്റീവ്സ് ദർ ഇസ് എ യൂണിയൻ ഓഫ് പേഴ്സൺ. ഇപ്പോൾ ക്യാപിറ്റലിസത്തിൽ എന്താണ് മെയിനാണ് പറയുന്നത്? അവിടെ യൂണിയൻ ഓഫ് ക്യാപിറ്റലാണ്, ക്യാപിറ്റലിൻ്റെ യൂണിയനാണ്. പക്ഷേ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ് എ വോളണ്ടറി അസോസിയേഷൻസ് ഓഫ് പേഴ്സൺ ആണ് നമുക്ക് അറിയാം. നെക്സ്റ്റ്, ഷെയർ ക്യാപിറ്റൽ ഡിറ്റർമിൻസ് ദ വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ക്യാപിറ്റലിസം whereas in corporation one man has one vote in respective of their capital distribution. അപ്പം നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഷെയർ ക്യാപിറ്റൽ 1000 ക്യാപിറ്റൽ അല്ല 1000 രൂപ ക്യാപിറ്റൽ കൊടുത്തവനും 10,000 രൂപ ക്യാപിറ്റൽ കൊടുത്തവനും എന്താണ് ഒരേപോലെ അല്ല ഈക്വൽ റൈറ്റ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോർപ്പറേഷനിൽ എങ്ങനെയാണ് ഏത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്? വൺ മാൻ വൺ വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നോക്കാതെ വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ പ്രകാരം ഫോളോ ചെയ്യുന്നതാണ് എന്താണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ ഓൺസ് മെൻ ഇൻ ക്യാപിറ്റൽ ഇക്കോണമി വൈൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മെൻ ഓൺ ക്യാപിറ്റൽ. അപ്പം എന്താ പറയുന്നത്? ക്യാപിറ്റലിസത്തിൽ എന്താ പറയുന്നത്? ക്യാപിറ്റലിസത്തിലാണ് മെയിനായിട്ട് എന്താണ് ക്യാപിറ്റൽ ഓൺസ് മെൻ ഇൻ ക്യാപിറ്റൽ ഇക്കോണമി. ക്യാപിറ്റലിസത്തിൽ എത്രമാത്രമാണ് ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ എത്രമാത്രമാണ് ക്യാപിറ്റൽ ഓരോരുത്തരും എത്രമാത്രമാണ് ക്യാപിറ്റൽ ഓൺ ചെയ്തതെന്ന് തീരുമാനിക്കുന്നതാണ് ആരാണ് മുതലാളി അല്ലെങ്കിൽ ആരാണ് തൊഴിലാളി എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു 1 കോടി രൂപ ഉണ്ടെങ്കിൽ അതാണ് തീരുമാനിക്കുന്നത്. ആ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചാണ് ഞാൻ എത്രമാത്രം മുതലാളിയാണ് അല്ലെങ്കിൽ എത്രമാത്രം ചെറുതാണ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പവറിലാണ് ഇരിക്കുന്നത്, ടോപ്പ് ലെവലിലാണ് ഇരിക്കുന്നത്, ലോവർ ലെവലാണ് ഇരിക്കുന്നത്, അല്ല മിഡിൽ ലെവലിലാണ് ഇരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, മെന്നിൻ്റെ കയ്യിലുള്ളതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് നമുക്കിതെന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. In capitalist system, business tended to concentrate wealth in the hands of few capitalists, whereas in the cooperative system, wealth is decentralized. അപ്പം ഇവിടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എന്താ പറയുന്നത്? വെൽത്ത് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്യൂ ഹാൻഡ്സിൻ്റെ കയ്യിലാണ്, ചില കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ അംബാനി ഫാമിലി എടുത്തിട്ടുണ്ടെങ്കിൽ അംബാനി ഫാമിലിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂ ഹാൻഡ്സിൻ്റെ കയ്യിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് എന്താണ് നമ്മൾ കോർപ്പറേഷൻ എടുക്കുമ്പോൾ ഇവിടെ എന്താണ് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ഫോമിലാണ്. കോർപ്പറേഷൻ ക്യാപിറ്റലിസത്തിൽ സെൻട്രലൈസ്ഡ് ഫോമാണെങ്കിൽ കോർപ്പറേഷനിൽ അതെന്താണ്? ഡീസെൻട്രലൈസ്ഡ് ഫോമാണ്. In capitalism, there is a cutthroat competition where there is no such a competition in cooperation. അപ്പം ഇവിടെ പറയുന്നത് നമ്മളറിയാം ക്യാപിറ്റലിസ്റ്റിൻ്റെ മോട്ടോ ആണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിൽ എന്തുണ്ട്? അവിടെ കട്ട്ത്രോട്ട് ദർ ഇസ് ടഫ് ആൻഡ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ കോർപ്പറേഷനിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്? ഇൻ ക്യാപിറ്റലിസം റിലേഷൻഷിപ്പ് ഈസ് ഇംപേഴ്സണൽ. റിലേഷൻഷിപ്പിന് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് ഒന്നാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ മെമ്പേഴ്സും ഓർഗനൈസേഷനും തമ്മിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എൻറ്റയർ മീൻസ് ഓഫ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഹാൻഡിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഫ്യൂ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ്. ഗവൺമെൻറ് അവിടെ മിനിമം റോളൊന്നുമില്ല, അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നമുക്കറിയാം നമ്മുടെ എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യലിസം അപ്പോൾ അവിടെ സിംഗിൾ ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റിൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ആരുടെ കയ്യിലായിരിക്കും എന്നുള്ളത് നമുക്കറിയാമോ? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ
ഇവിടെ എന്താ പറയുന്നത്, വേർ ഇൻ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓഫ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ് ആണ്. അവിടെ ക്യാപിറ്റലിസത്തിൽ നമ്മൾ എന്താ പറയുന്നത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺഡ് ബൈ ആരാണ്, സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഡാഷ് ഓപ്പറേറ്റ് അണ്ടർ സ്റ്റേറ്റ് ഡോമിനേഷൻ, ഡാഷ് ഓപ്പറേറ്റ് അണ്ടർ സ്റ്റേറ്റ് ഡോമിനേഷൻ. സ്റ്റേറ്റ് ഡോമിനേഷൻ്റെ കയ്യിൽ പ്രവർത്തിക്കുന്ന എന്താണ് സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ എന്താ പ്രവർത്തിക്കുന്നത്, സോഷ്യലിസമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് എഴുതും, സോഷ്യലിസം എന്ന് എഴുതും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇറ്റ് ഈസ് എ സോഷ്യോ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് material means of production are owned by public authority or the community and operate not for profit but for service of the community at large. അപ്പോൾ ഇതെന്താണ്, ഈ നമ്മുടെ ക്യാപിറ്റലിസത്തിൽ ഉള്ളതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണോ, പ്രോഫിറ്റ് മേക്കിംഗ് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല മെയിനായിട്ടുള്ള ഉദ്ദേശം. ബട്ട് എന്താണ്, നമ്മുടെ കോർപ്പറേഷനെ പോലെ തന്നെ സർവീസ് ടു ദ കമ്മ്യൂണിറ്റിക്ക് എന്താണ് മാക്സിമം സർവീസ് ഏർപ്പാടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺഡ് ബൈ ആരാണ്, സ്റ്റേറ്റ് ആണ് സോഷ്യലിസത്തിൽ എൻറ്റയർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് ഓൺ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് സോഷ്യലിസത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്, സ്റ്റേറ്റ് എലോൺ ഹാസ് ദ പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രോഗ്രാം. അപ്പോൾ ഈ സോഷ്യലിസത്തിൽ എന്താണ്, സ്റ്റേറ്റിന് മാത്രമാണ് അധികാരമുള്ളത്. എന്തിനധികാരമുള്ളത്, പ്രൊഡക്ഷൻ ചെയ്യുവാൻ അധികാരം എന്ന് പറയുന്നത് മെയിനായിട്ട് ആർക്കാണ്, സ്റ്റേറ്റിന് മാത്രമാണുള്ളത്. നാഷണലൈസേഷൻ ഓഫ് ഓൾ ദി മീൻസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ഫാക്ടറീസ്, മൈൻസ്, റെയിൽവേസ് ആൻഡ് ദർ ഓണർഷിപ്പ് ഓഫ് ട്രാൻസ്ഫർ ടു ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ലാൻഡ്, ഫാക്ടറീസ്, മൈൻസ്, റെയിൽവേസ്, ഓണർഷിപ്പ് ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പ്രധാനപ്പെട്ടുള്ള പബ്ലിക് എൻ്റർപ്രൈസുകളിലൊക്കെ ആരുടെ കയ്യിലാണുള്ളത്, അതായത് ഗവൺമെൻറ് കയ്യിലാണുള്ളത് അല്ലേ. അപ്പോൾ സോഷ്യലിസത്തിലും എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻസ്, റെയിൽവേസ്, അതേപോലെ തന്നെ ലാൻഡ് ഇതൊക്കെ ആരുടെ കയ്യിലാണുള്ളത്, അത് സ്റ്റേറ്റിൻ്റെ കയ്യിലാണുള്ളത്. കൺട്രോളിംഗ് ബോർഡ്സ് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് ഇൻഡസ്ട്രി ആൻഡ് സ്റ്റേറ്റ് വുഡ് പേ വേജസ് ഫിക്സഡ് ബൈ സച്ച് ബോർഡ്സ്. അപ്പോൾ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ വേജസ് ഒക്കെ ഇവിടെ പേ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റേറ്റ് വുഡ് പ്രൊവൈഡ് വർക്ക് ഫോർ എവരി വൺ. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ദർ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്, ആ ക്വാളിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള ജോലിയും അതിനുള്ള ശമ്പളവും ഒക്കെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The state itself would be capitalist and the landlord and the organizer of the industry and the interest and the rent would be disappear. Remuneration for work would be according to one's ability and everybody is assured of an equal opportunity to rise in life irrespective of rank. ഇപ്പോൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നമ്മൾ പറഞ്ഞ വേജും സാലറിയും ഒക്കെ കൊടുക്കുന്ന ആരാണ്, ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്താണ്, എല്ലാവർക്കും എന്ത് ചെയ്യും, അവരവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള സാലറി, അവരുടെ ലൈഫ് റേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ റാങ്ക് കൺസിഡർ ചെയ്യാതെ അവരുടെ ലൈഫ് പുരോഗമിക്കാനുള്ള കാര്യങ്ങളും മറ്റുള്ള ലൈഫും മറ്റുള്ള സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്, സ്റ്റേറ്റ് ആണ്. അടുത്തെന്താണ്, ദ സ്റ്റേറ്റ് വുഡ് അണ്ടർടേക്ക് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ and annex profit as well. Profit arising out of production would be spent by the state on education, medical relief, recreation and entertainment. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ entire means of production and distributions of goods and services owned and controlled by government ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതേപോലെ മെഡിക്കൽ റിലീഫിന് വേണ്ടിയിട്ട്, റിക്രിയേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റ് ഓഫ് ദ പുവർ. അപ്പം ഇല്ലാത്തവരുടെ, പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആ ഇക്കോണമിയിൽ താമസിക്കുന്നവരുടെ എഡ്യൂക്കേഷൻ പർപ്പസിനും മെഡിക്കൽ റിലീഫിനും വേണ്ടിയിട്ടും റിക്രിയേഷൻ ആക്ടിവിറ്റിക്കും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടുമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാം, ഇക്കോണമിയിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, എല്ലാ സിറ്റിസനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ.
Private property in capital goods like residential house, furniture and fixtures and other consumers would be allowed. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ലൈക്ക് നമ്മുടെ റെസിഡൻഷ്യൽ ഹൗസസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സസ്, കൺസ്യൂമർ ഗുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലെന്ത് ചെയ്യും ഇത് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ സോഷ്യലിസത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്ഷനൊക്കെ സ്റ്റേറ്റിൻ്റെ കയ്യിലായത് കൊണ്ട് തന്നെ സർപ്ലസ് ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ആർക്ക് തന്നെ കൊടുക്കും? ഇക്കോണമിയിൽ തന്നെ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇക്കോണമിക് ഈക്വാലിറ്റി എൻഷുർ ചെയ്യുന്നതാണ്. ഇക്കോണമിക് ഈക്വാലിറ്റിയാണ് എന്തിൽ ഉൾപ്പെടുന്നത്? സോഷ്യലിസത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതായത് ഇൻഇക്വാലിറ്റി മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഈക്വാലിറ്റിയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ സോഷ്യലിസത്തിൽ ഫോം ചെയ്യുന്നതെന്ന് പറയാം. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം? സോഷ്യലിസവും കോർപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. Socialism is a system of government which seeks to move towards objective by changing the prevailing economic order. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കയ്യിലാണ്. അപ്പോൾ ഈ സോഷ്യലിസവും എന്താ പറയുന്നത്, രണ്ട് ഈ സോഷ്യലിസം ആയാലും പിന്നെ കോപ്പറേഷൻ ആയാലും രണ്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് ക്യാപിറ്റലിസത്തിന് എതിരെയുള്ള ഒരു റെവല്യൂഷനാണ്. സോഷ്യലിസവും കോർപ്പറേഷനും രണ്ടും എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാപിറ്റലിസത്തിന് എതിരെയുള്ള റെവല്യൂഷനാണ്. അപ്പോൾ പിന്നെ അടുത്ത നമുക്ക് നോക്കാം അടുത്ത വ്യത്യാസം എന്താണെന്നുള്ളത്. സോഷ്യലിസം ഈസ് എ പൊളിറ്റിക്കൽ റെമഡി ഫോർ ഇക്കണോമിക് ഈവിൾസ് ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ത്രൂ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. കോർപ്പറേഷൻ ഈസ് എ നോൺ പൊളിറ്റിക്കൽ ആൾട്ടർനേറ്റീവ് ഇൻ ദ ഇക്കണോമിക് പർപ്പസ്. സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ക്യാപിറ്റലിസത്തിനെതിരെയുള്ള പൊളിറ്റിക്കൽ റെമഡിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ പൊളിറ്റിക്കൽ, അത് പൊളിറ്റിക്സിന് വല്ല ഇൻ്റർഫിയറൻസ് ഒന്നുമില്ല. അടുത്തത് എന്താണ്? ദ സ്റ്റേറ്റ് ഈസ് എ സുപ്രീം ഫോർ ഇറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എക്സസൈസ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. അപ്പോൾ സ്റ്റേറ്റ് ആണ്, നമ്മൾ പറഞ്ഞ സോഷ്യലിസത്തിൽ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണ് എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? കോർപ്പറേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ആണ് അവിടെ ചോയ്സസ് ഉണ്ടാക്കുന്നത്. സോഷ്യലിസത്തിൽ എന്താണ്? സോഷ്യലിസം ഇസ് അഗെയിൻസ്റ്റ് ഐഡിയ ഓഫ് ദ അക്കമുലേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻഡിവിജ്വൽ. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പിനെതിരെയാണ് നമ്മുടെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ്? ഇതും പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതും പ്രൈവറ്റ് ക്യാപിറ്റലിന് അത്രയും അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒന്നാണ്. ബട്ട് ഇൻ കോർപ്പറേഷൻ takes care to ensure that they are not controlled by it. And now we go. Socialism operates under the state domination. അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾ പ്രകാരമാണ് ആര് പ്രവർത്തിക്കുന്നത്? ഏതിൽ പ്രവർത്തിക്കുന്നത്? സോഷ്യലിസത്തിൽ പ്രവർത്തിക്കുന്നത്. ബട്ട് കോപ്പറേറ്റീവ് സീക്സ് ടു അവോയ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ. കോപ്പറേറ്റീവ്സിൽ എന്തില്ല? സ്റ്റേറ്റ് കൺട്രോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സോഷ്യലിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ഓണർഷിപ്പിലാണ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പാണ്. പൊളിറ്റിക്സ് ഇൻ സോഷ്യലിസം ഫൈൻഡ്സ് ടോപ്പ് പ്ലേസസ്. ബട്ട് നമ്മൾ പറഞ്ഞ പൊളിറ്റിക്സ് എന്താണ്? സോഷ്യലിസത്തിൽ പൊളിറ്റിക്സ് ഉണ്ട്, ബട്ട് ഇവിടെ എന്താണ്? ഫ്രീ. കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ഫ്രം പൊളിറ്റിക്സ് ആണ്. ഇനി കൺട്രോൾ എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ ഇക്കണോമി നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ഇവിടെ എന്താണ്? കോപ്പറേറ്റീവ്സിൽ എന്താണ്? ഓർഗനൈസേഷൻ ഡെമോക്രാറ്റിക്കലിയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി സോഷ്യലിസ്റ്റിക് ഇക്കോണമിയിലെ സർപ്ലസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. ബട്ട് ഇവിടെ എന്താണ്? ആരുടെ ഏതിൻ്റെ ബേസിലാണ്? മെമ്പേഴ്സിൻ്റെ ബേസിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് പാട്രോണേജ് ഡിവിഡൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ്. ഇവിടെ എന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്താണ്? സർവീസ് ടു മെമ്പറാണ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും വെദർ ഇറ്റ് ഈസ് കോർപ്പറേഷൻ ആയാലും സോഷ്യലിസം ആയാലും രണ്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് ലിബർട്ടി ആണ്. എന്തൊക്കെയാണ്? സോഷ്യലിസം ആയാലും കോർപ്പറേഷൻ ആയാലും അതിൻ്റെ രണ്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് ലിബർട്ടി ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും എയിം ചെയ്യുന്നത് സോഷ്യലിസം കോർപ്പറേഷനും രണ്ടും എയിം ചെയ്യുന്ന എന്താണ്? കോമ്പറ്റീഷൻ, അതായത് എലിമിനേഷൻ ഓഫ് ക്യാപിറ്റലിസത്തിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ രണ്ടും എന്താണ്? ഒരു മോറൽ ഫൗണ്ടേഷനാണ്. അത് ഹ്യൂമൻ ബ്രദർഹുഡ്നെസ്സിൽ
എന്താണ് ഇതാക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്തു, മറ്റത് ഇൻഡിവിജ്വൽസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ക്യാപിറ്റലിസവും സോഷ്യലിസവും, അല്ലെങ്കിൽ ക്യാപിറ്റലിസം സോഷ്യലിസം കോപ്പറേഷൻ്റെ ഒക്കെ ഡിഫറൻസസും അതേപോലെ മീനിങ്ങും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഇനി നമുക്കൊരു സിസ്റ്റം കൂടിയുണ്ട്, കമ്മ്യൂണിസം. അടുത്ത ക്ലാസ്സുമായി, അതിൻ്റെ അടുത്ത ക്ലാസ്സുമായി മറ്റൊരു ദിവസം കാണാവുന്നതാണ്. അതുവരെ